നമസ്കാരം. കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശന്റെ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ MDMA ഉൾപ്പെടെ ഉള്ള രാസലഹരി കേസിൽ പ്രതിയായിട്ട് ദിവസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ഈ കേസിന്റെ അന്വേഷണം എവിടെ വരെ എത്തി എന്നറിയുവാനുള്ള ആഗ്രഹം നമ്മൾ ജനങ്ങൾക്കുണ്ട്. ഓപ്പറേഷൻ തൂഫാനുമായി ബന്ധപ്പെട്ട നോഡൽ ഓഫീസറെ ഈ കേസ് സീസ് ചെയ്ത ദിവസം തന്നെ ചുമതലയിൽ നിന്ന് നീക്കം ചെയ്തതായിട്ടുള്ള വാർത്തകൾ പുറത്തുവന്നു. ഇന്ന് രാവിലെ പത്രങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കിയത് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണം നടത്തുന്ന അന്വേഷണ ഉദ്യോഗസ്ഥനെയും ചുമതലയിൽ നിന്ന് നീക്കം ചെയ്തു എന്നതാണ്. രാസലഹരി ഏറ്റവും ഗുരുതരമായ മാരകമായ ഒരു വിപത്താണ്. 1 ഗ്രാം MDMA ഒരു വ്യക്തിയിൽ നിന്ന് കണ്ടെടുത്താൽ അത് സ്മോൾ ക്വാണ്ടിറ്റിയാണ്. 1 ഗ്രാമിന് മുകളിൽ 10 ഗ്രാം വരെ അത് ഇന്റർമീഡിയറ്റ് ക്വാണ്ടിറ്റിയാണ്. 10 ഗ്രാമിന് മുകളിൽ MDMA ഒരു വ്യക്തിയിൽ നിന്ന് കണ്ടെടുത്താൽ അത് ഒരു വാണിജ്യ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള MDMA കരുതലാണ്. നമുക്കറിയാം, വാണിജ്യ ആവശ്യത്തിനുള്ള കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റിയുടെ 14 ഇരട്ടിയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ കോർഡിനേറ്ററുടെ കയ്യിൽ നിന്നും കണ്ടെടുത്തത്. 6 ജില്ലകളിൽ ഈ രാസലായനി ലഹരി കൊണ്ടുപോയി കൊടുത്ത് ഏറ്റവും അവസാനത്തെ ജില്ലയിൽ എത്തിയപ്പോഴാണ് അറസ്റ്റിലായത് എന്നതാണ് പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങൾ. ഈ കേസിലെ പ്രതികളെ രക്ഷിക്കാൻ മനഃപൂർവ്വം പോലീസും ഭരണ സംവിധാനവും ശ്രമിക്കുകയാണ് എന്ന തെളിവുകൾ പുറത്തു വന്നിരിക്കുന്നു. ഈ കേസിലെ സാക്ഷികളെല്ലാം ആ പ്രദേശത്തുകാരല്ലാത്ത യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരാണ് എന്നുള്ള വിവരം പുറത്തുവന്നു. അതേപോലെ തന്നെ ഈ രാസലഹരി എവിടെ നിന്നാണ് കൊണ്ടുവന്നത്, ആർക്കൊക്കെയാണ് വിതരണം ചെയ്തത്, ആരൊക്കെ തമ്മിലാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഫോൺ സംഭാഷണം നടന്നത്, ഏതൊക്കെ ബാങ്ക് അക്കൌണ്ടുകൾ വഴിയാണ് പണം ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത്, വിദേശത്തു നടക്കം ഇത്തരത്തിലുള്ള രാസലഹരി കൊണ്ടുവരാൻ ഇതിലെ പ്രതികൾ നിരവധി തവണ വിദേശയാത്ര നടത്തിയതിന്റെ വിവരങ്ങൾ പുറത്തുവന്നിരിക്കുന്നു. അപ്പോൾ ഇതെല്ലാം അന്വേഷിക്കേണ്ട ഏജൻസിയുടെ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട തലവന്മാരെയാണ് നോഡൽ ഓഫീസർ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നത്, സ്ഥലം മാറ്റം നടത്തുന്നത്, ചുമതലയിൽ നിന്ന് മാറ്റുന്നത്. ഇതെല്ലാം ഈ കേസിനെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ കേസിലെ പ്രതി തന്നെ സമ്മതിക്കുന്നു, 5 വർഷമായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ കോർഡിനേറ്ററാണ് താൻ എന്ന് സ്വയം സാക്ഷ്യപ്പെടുത്തുന്നു. അദ്ദേഹം ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാസലഹരി ജനങ്ങളിൽ എത്തിക്കുവാനും അത് ഇങ്ങോട്ട് കൊണ്ടുവരുവാനും അത് വിതരണം ചെയ്യുവാനും കയ്യിൽ സൂക്ഷിക്കുവാനും അതിന്റെ ഇടയിൽ എത്ര തവണ മുഖ്യമന്ത്രിയുടെ ഓഫീസും അതുപോലെ തന്നെ കോൺഗ്രസ് നേതാക്കന്മാരുമായി ഫോണിലൂടെ സംസാരിച്ചിട്ടുണ്ട് എന്നറിയണമെങ്കിൽ അദ്ദേഹത്തിന്റെ ഫോൺ കോൾ ഡീറ്റെയിൽസ് അടക്കം പരിശോധിക്കണം. അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഇത്തരം ഗൌരവമായ കേസിൽ നടത്തേണ്ട അന്വേഷണം നടത്താതെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ ചുമതലയിൽ നിന്ന് നീക്കം ചെയ്തും സ്ഥാനഭ്രഷ്ടരാക്കിയും ഈ കേസ് അട്ടിമറിക്കാൻ നടത്തുന്ന ശ്രമത്തിനെതിരെ നമ്മൾ അതിശക്തമായിട്ട് തന്നെ രംഗത്തു വരണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്.